ഈ കുടുംബമാണ്. ഈ കുടുംബത്തിലെ ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു. അവർ വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ ജിസ്മോളോട്. കാരണം അവരെ കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ്. എല്ലാവരെയും ഇതുപോലെ എല്ലാവർക്കും നമസ്കാരം. കോട്ടയം ഏറ്റുമാനൂർ മരണപ്പെട്ടു പോയ ജിസ്മോളും 2 മക്കൾ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അമ്മായിയമ്മ എന്ന് പറയുന്ന ആ പരട്ട കിളവിയുടെ തനി കൊണ പുറത്താവുകയാണ്. ഒരു അമ്മായിയമ്മ എങ്ങനെ ആകാൻ പാടില്ല, അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ജിസ്മോളുടെ അമ്മായിയമ്മ, അതായത് ജിസ്മോൾ കെട്ടിയ ഭർത്താവിന്റെ അമ്മ. അതായത് അവരുടെ തനി കൊണമാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള സ്ത്രീ ആയിപ്പോയല്ലോ നിങ്ങൾ. ഇവർ ജിസ്മോളടുത്ത് മാത്രമല്ല, ടീച്ചറായിരുന്ന സമയത്ത് പഠിപ്പിച്ചിരുന്ന കുട്ടികളടുത്ത് വരെ വളരെ മോശമായ രീതിയിലാണ് ഇവർ പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കായിരുന്നു ഈ സംസ്കാര കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ നടന്നിട്ടുള്ള. സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നി ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത്. ഇനി ആർക്കും, ഒരു സ്ത്രീക്ക് ഇങ്ങനെ സംഭവിക്കരുത്, അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കരുത്, ഒരു കുടുംബത്തിനും ഇങ്ങനെ സംഭവിക്കരുത് എന്നുള്ളൊരു തോന്നലാണ് തോന്നിയത്. ഇതുപോലത്തെ അവസ്ഥയിലൊക്കെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങൾ വല്ലവന്റെ അടിമയായിട്ടും വല്ല കുടുംബത്തിൽ പോയിട്ട് ആട്ടും തുപ്പും കൊണ്ട് കിടക്കേണ്ടവരല്ല. അത് നിങ്ങൾ സ്വയമേ മനസ്സിലാക്കി കഴിഞ്ഞാൽ മുന്നോട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ സാധിക്കും. വല്ലവന്റെ ആട്ടും തുപ്പും കേട്ട് കൊണ്ടും നടന്ന അവസാനം സ്വയം ജീവൻ ഒടുക്കേണ്ടതല്ല ഒരു സ്ത്രീകളെന്നും വീണ്ടും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ആദ്യം ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ചെറുകര സെയിന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേർന്നുണ്ട്. ശ്രീജിത്ത്, ഈ ഇന്നത്തെ സംസ്കാര ചടങ്ങുകൾ ഒരു വശത്ത്, ഒപ്പം ഇന്നലെ വീട്ടിൽ ജിസ്മോളുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേരുമോ, ഫോൺ പിടിച്ചു വെച്ചു, അങ്ങനെ പല പല വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. എന്തൊക്കെ പരാതികളാണ് ഇപ്പോൾ കുടുംബം കൂടുതലായി ഉന്നയിക്കുന്നത്? തീർച്ചയായും ഗാർഹിക പീഡനം അതിന്റെ പരിധിയിൽ വരുന്ന ഒരുപാട് ആരോപണങ്ങൾ തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. അത് ഇന്നലെയും ജിസ്മോളുടെ സഹോദരൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഈ ഫോൺ പിടിച്ചു വെക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല, മിനിയാന്ന് രാത്രിയാണ് ജിസ്മോളുടെ ചേച്ചി വിദേശത്ത് നിന്ന് എത്തിയത്. ഇവിടെ ജിസ്മോളുടെ ഭർത്താവായിട്ടുള്ള നാറി, എടാ, ഒരു പെണ്ണിനെ കെട്ടിയ അവളുടെ കാര്യം നോക്കണം. അതായത് നിന്റെ അമ്മയ്ക്കും നിന്റെ പെങ്ങൾക്കും തട്ടിക്കളിക്കാൻ ഇട്ടുകൊടുക്കേണ്ടതല്ല നീ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ്. അതാദ്യം നീ മനസ്സിലാക്കുക. നിന്നെപ്പോലത്തെ കഴിപ്പണം കെട്ട നാറുകൾ കാരണമാണ് ഇവിടെ ഓരോ സ്ത്രീകളും ഇതുപോലത്തെ കടുങ്കയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവനൊക്കെ എതിരെ തക്ക നിയമ നടപടി എടുക്കണം. അതിനുള്ള എന്തെങ്കിലും വകുപ്പ് ഉണ്ടാക്കി വെക്കണം ദയവ് ചെയ്തിട്ട്. പൊതുവെ എല്ലാ സ്ത്രീകളടുത്തും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താക്കന്മാർ നാറുകളായി കഴിഞ്ഞാൽ അവന്മാരെ ആട്ടും തുപ്പും കൊണ്ട് അമ്മായിമ്മയുടെ ചവിട്ടും കൊണ്ട് ആ കുടുംബത്തിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടുകാർ പോലും നിങ്ങൾ അടുപ്പിച്ചില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോ എന്ന് മോളെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോലും മൈൻഡ് ചെയ്യാതെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങ്. വീട്ടുകാരുടെ സൽപ്പേര് കാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം ബലിയാടാകേണ്ട കാര്യമൊന്നുമില്ല. എനിക്കതാണ് പറയാനുള്ളത് എല്ലാ സ്ത്രീകളും. ഇതുപോലുള്ള മൊണ്ണകളായ ഭർത്താക്കന്മാര് കെട്ടിയ പെണ്ണിനെ അടിച്ച് മാസ് കാണിക്കുന്ന നിന്നെപ്പോലത്തൊക്കെ നാളുകളാ എനിക്ക് പറയാൻ തായും പൂവും മാത്രമേ ഉള്ളൂ. പല കാര്യങ്ങളും ജിസ്മോൾ പറഞ്ഞിട്ടുണ്ട്. അച്ഛനോടും സഹോദരനോടും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ദുഃഖമുണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയരുതെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഇന്നലെ അത്തരം കാര്യങ്ങൾ കൂടി മൊഴിയായി വന്നിട്ടുണ്ട് പോലീസിന് മുന്നിൽ. തീർച്ചയായും ഈ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള, കുറഞ്ഞ സ്ത്രീധനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും തുടങ്ങി നിരവധി ശാരീരിക പീഡനം വരെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. സ്വാഭാവികമായിട്ടും പോലീസിന് കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കേണ്ടി വരും. മാത്രമല്ല, കേസിന്റെ നിലനിൽപ്പിന് വേണ്ടി കൂടുതൽ തെളിവുകൾ പോലീസിനെ സംബന്ധിച്ച് ഹാജരാക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇവിടെ ജിസ്മോളുടെ സഹോദരി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് ഈ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. ജിസ്മോൾ ഇത്രയ്ക്കും പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന കാര്യങ്ങളും എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ ജിസ്മോൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് തന്നെയായിരിക്കാം മേ ബി, എന്തായാലും അവർ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതായത് സഹോദരന്റെ അടുത്തും അച്ഛന്റെ അടുത്തും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അവർക്ക് തക്കതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോലും പറ്റാത്തൊരു രീതിയിലായി. എന്നാൽ ഇതൊക്കെ അറിഞ്ഞിരുന്നു ആര്? മറ്റൊരു വ്യക്തി, സ്വന്തം അപ്പൻ. ആ അപ്പൻ കൂടി ആ രീതിയിൽ അതങ്ങ് മോളെ അഡ്ജസ്റ്റ് ചെയ്തു പോ എന്നുള്ള രീതിയിൽ വിട്ടതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ രീതിയിലൊന്നും ആവാതിരിക്കുക. ഒരപ്പനും അമ്മയും മക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവിടെ എല്ലാ ബാധ്യതയും തീർന്ന് എന്നുള്ള രീതിയിലായിരിക്കരുത് നിങ്ങളുടെയൊക്കെ മൈൻഡ് സെറ്റ്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മക്കളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ മരണം വരെ അവർ സ്നേഹിക്കാനും പഠിക്കണം. അല്ലാതെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ എല്ലാ ബാധ്യതയും തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാതിരിക്കുക. ഇതുപോലെയുള്ള ഒരുപാട് അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സൽപ്പേര് കാത്തു സൂക്ഷിക്കാനും കുടുംബത്തിന്റെ
സൽപ്പേര് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടും മാത്രം നിൽക്കുന്ന ഒരുപാട് പേര്. ഇവിടെ ഇവരെ മാത്രം ഞാൻ പൂർണ്ണ കുറ്റം പറയുന്നില്ല. അതിന്റെ റീസൺ ആ കഴിവേറ് കുടുംബത്തിന്, അതായത് ജിസ്മോളെ ഈ ഗതിയിലാക്കിയ തന്റെ ഭർത്താവിന്റെ കുടുംബത്തിന് ഉള്ള എല്ലാത്തിനെയും പിടിച്ച് അകത്തിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കണം എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഉള്ള കാര്യം പറയല്ല. വൈകാതെ ഇത് സംബന്ധിച്ച് ഉണ്ടാകും. ഇന്ന് എന്തായാലും സംസ്കാര ചടങ്ങുകൾക്കുള്ള സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ്. ഇരു കുടുംബങ്ങളും തമ്മിലുണ്ടായ ധാരണ പ്രകാരം ഈ ഭർത്താവിന്റെ വീടിന്റെ ഇടവക പള്ളിയുടെ പാരിഷ് ഹാളിൽ രാവിലെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ, ഏതാണ്ട് 9 മണിയോടുകൂടി മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവിടെ 1 മണിക്കൂറായിരിക്കും പൊതുദർശനം ഉണ്ടാകുക. അതിനുശേഷം നേരത്തെ പറഞ്ഞ ചെറുകര പള്ളിയിലേക്ക്, ജിസ്മോളുടെ വീടിന് സമീപത്തുള്ള ക്നാനായ പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ വീട്ടിൽ കൊണ്ടുപോകും. അതിനുശേഷം പള്ളിയിൽ സംസ്കാരം. 3 മണിക്കാണ് സംസ്കാരം ഉള്ളത്. എന്തായാലും നിരവധി വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ട ഒരു കേസാണ്. അത് പോലീസ് അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരേണ്ടത്. ഈ മരണത്തിൽ തന്നെ സംശയം കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ CCTV അടക്കമുള്ളവ പരിശോധിച്ച് കൂടുതൽ വ്യക്തത വരുത്തി കൂടുതൽ വകുപ്പുകൾ ചേർക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്റെ ഒരു പേഴ്സണൽ തോട്ടില് ഇവരെല്ലാം കൂടി തല്ലിക്കൊന്ന് കിണറ്റിട്ടോ അതുപോലെ ഉള്ള സിറ്റുവേഷൻ ആണോ ഉണ്ടായിട്ടുള്ളതെന്ന് പോലും അറിയത്തില്ല. ഇനി എല്ലാം കൂടി ആ പെണ്ണിനെ ആ കൊച്ചിനെയൊക്കെ തീർത്തോന്നും അറിയത്തില്ല. അങ്ങനെയും ചെയ്യും. ഇതുപോലത്തെ നാറിയ വീട്ടിലുള്ള കുടുംബത്തിലുള്ള സാധനങ്ങൾ അതല്ല അതിന്റെ അപ്പുറം ചെയ്യും. പ്രത്യേകിച്ച് ജിസ്മോളുടെ ഭർത്താവ് എന്ന് പറയുന്ന കഴുപ്പണം കെട്ടവൻ ഇവളെ ഭിത്തിയിൽ പിടിച്ച് ഇടിച്ചിട്ടുണ്ടെന്ന് ജിസ്മോളുടെ അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ടും ആ വീട്ടിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിച്ച കുടുംബത്തിന് ഒരു ബിഗ് സല്യൂട്ട് ഇരിക്കട്ടെ. ബാധ്യത ആണല്ലോ പെൺമക്കളെ എന്ന് പറയുമ്പോൾ. പെൺമക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ബാധ്യത തീർന്നെന്നാണല്ലോ. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കുടുംബത്തിന് നാണക്കേടാണല്ലോ. ഇനി സന്തോഷത്തോടെ ഇരിക്കാമല്ലോ. ഇനി അവളും ഇല്ല, നാണക്കേടും വിചാരിക്കേണ്ട. അവൾ വന്നിരുന്നൊന്നും ആയില്ല, പോയെന്നും ആയി. അതുകൊണ്ട് ഒരു വിഷയമില്ല. ഇനി ആ സൽപ്പേരങ്ങ് കാത്തു സൂക്ഷിക്കാൻ പറ്റും. ഇനി മറ്റൊരു വോയിസ് ഞാനൊന്ന് കൊടുക്കാം. രാവിലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വേലക്കാരി ഇവർ പറയുന്ന കാര്യങ്ങളിൽ അങ്ങും ഇങ്ങും തൊടാതെ തട്ടിയും തെറിച്ച് നിൽക്കുകയാണ്. അതിന്റെ റീസൺ പേടിച്ചിട്ടാവാം, മേ ബി പേടിച്ചിട്ടാവാം. എന്തായാലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഓപ്പണായിട്ട് അതങ്ങ് തുറന്ന് പറയുക. ഈ നാറിയ കുടുംബത്തിനെ സംരക്ഷിക്കാൻ നിൽക്കരുത്. അതായത് ജിസ്മോളുടെ ഹസ്ബൻഡിന്റെ കുടുംബത്തിന്, ആ നാറിയ കഴുപ്പണം കെട്ട കുടുംബത്തിന് ഒരു രീതിയിലും സംരക്ഷിക്കാൻ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കരുത്. അതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. എന്തെങ്കിലും മനസ്സറിവുണ്ടോ? ഒരു മനസ്സറിവില്ല. ഒരു കാര്യത്തിലും എന്നാലൊരു കുടുംബമായിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കുമ്പോൾ കാരണവന്മാർ എന്തെങ്കിലും കാര്യങ്ങൾ പറയാലേ ചേച്ചി? ജിസ്മോളെ ഇഷ്ടമായിരുന്നു ഈ അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും ജിസ്മോളെ പൊന്നുമോളായിട്ടാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. സ്വന്തം മോളെക്കാളും കാര്യമായിട്ടാണ് കരുതിക്കൊണ്ടിരുന്നത്. മക്കളെ പറഞ്ഞ കാര്യമായിരുന്നു. പിന്നെ അപ്പനാണേലും വലിയ കാര്യമുള്ള മനുഷ്യനാണ്. അയാൾ ആ പുള്ളിക്കാരൻ ഫുഡ് സാധനങ്ങളൊക്കെ മേടിച്ചു ഇഷ്ടംപോലെ സാധനങ്ങൾ, മീനൊക്കെ ആണെങ്കിലും 30,000 രൂപയുടെ സാധനം ഒന്ന് ഒന്നിച്ച് മേടിച്ചുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് പാത്രത്തിൽ ഞങ്ങൾ വെച്ചിട്ട് കുറേശ്ശെ എടുക്കും. വറക്കാനുള്ളത് കറി കറിവയ്ക്കാൻ അങ്ങനെ സാധനങ്ങളാണെങ്കിലും പറഞ്ഞാൽ മതി. ഇല്ലെന്നൊന്നും പറയണം നമ്മൾ. അത് നേരത്തെ എന്നോട് പറയുമ്പോൾ ഇല്ലാത്ത സാധനം നേരത്തെ പറയണം. അങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമോ? ജിസ്മോളുടെ വീട്ടിൽ നിന്ന്, അതായത് ഭർത്തൃ വീട്ടിൽ നിന്ന് ചേച്ചി ജോലിക്ക് നിൽക്കുന്ന, അതായത് ചേച്ചി വേലക്കായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ആ വീട്ടിൽ നിന്ന് ജിസ്മോളെ സ്വന്തം വീട്ടിലേക്ക് പോയി അങ്ങനെ താമസിക്കാറുണ്ടായിരുന്നോ? അമ്മയൊന്നുമില്ല, അങ്ങനെ പോകാറില്ല. ഇനി കല്യാണത്തിനെ പോയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലായില്ല. അവർക്ക് അങ്ങും ഇങ്ങും തൊടാണ്ട് ഒന്നും അറിയാത്ത രീതിയിലാണ് അവരൊന്ന് സംസാരിക്കുന്നത്. എന്തെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ടും അത് പറയുക. ഈ കുടുംബത്തിനെ ഈ ഗതിയിലാക്കിയ, അല്ലെങ്കിൽ ജിസ്മോളുടെ മരണത്തിന് കാരണമായിട്ടുള്ള, ആ കുട്ടികളുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഈ നാറിയ കുടുംബത്തിന് നമ്മൾ എക്സ്പോസ് ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇനി ഇതുപോലത്തെ കഴുപ്പണം കെട്ട പരിപാടികൾ ചെയ്യാതിരിക്കട്ടെ. ഇനി ഇതുപോലത്തെ കഴുപ്പണം കെട്ട പരിപാടികൾ ചെയ്താൽ ഇതിന്റെ അപ്പുറം നാറ് നത്തം കൊട്ടും ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഉള്ളൊരു ചിന്തയെങ്കിലും ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം. സ്മോൾ ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത നീതി മരിച്ചതിന് ശേഷമെങ്കിലും കൊടുക്കാൻ സാധിക്കട്ടെ. അല്ലാതെ ഇനിയിപ്പോൾ എന്ത് പറയാനാ? പോവേണ്ടവർ പോയി. എന്നാലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുകയെങ്കിലും ചെയ്യണം. നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അറിയാവുന്ന കാര്യം ഓപ്പണായിട്ട് വിളിച്ചു പറയുക, അല്ലാതെ ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല. ഇന്നലെ തന്നെ ആ കല്യാണ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനത്തെ ഒരു കഴുപ്പണം കെട്ട കുടുംബത്തിലാണല്ലോ ആ സ്ത്രീ പോയി വീണെന്നാണ് ഞാൻ ആലോചിച്ചത്, ഇത്രയും നാറികളുടെ ഇടയിൽ. ഇനി ജിസ്മോളുടെ സഹോദരൻ പറയാൻ നമുക്കൊന്ന് കേട്ടോ. എന്റെയും ചേച്ചിയും ഞാനും വെയിറ്റ് ചെയ്യണം. ഇന്നലെ രാത്രിയാണ് എൻ്റെ മൂത്ത ചേച്ചി വന്നത്. ചേച്ചി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചിയോട് ഇടയ്ക്ക് 1-2 തവണ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേ. എൻ്റെ 2 ചേച്ചിമാരുടെയും കല്യാണ സമയത്ത് പപ്പ ഞങ്ങൾക്ക് 3 പേർക്കായിട്ടുള്ളൊരു ഓഹരി ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് കുറഞ്ഞു പോയെന്നും പറഞ്ഞ്, മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിന്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ
ഉപദ്രവം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കോവിഡിൻ്റെ 2019 കോവിഡ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് UK മൂത്ത സഹോദരി കെയർ വിസയ്ക്ക് പോയി. ആ മൂത്ത സഹോദരി ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്കാരി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് വരെ പുള്ളിക്കാരിയെ കെട്ടിച്ചു വിട്ടിരുന്നത് അറുന്നൂറ്റിമംഗലത്താണ്. അറുന്നൂറ്റിമംഗലത്ത് അവിടെ കെട്ടിച്ചു വിട്ട വീട്ടിൽ പുള്ളിക്കാരി പോകത്തില്ല. പുള്ളിക്കാരി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് പുള്ളിക്കാരിയും ഈ പുള്ളിക്കാരിയും അമ്മായിമ്മയും കൂടി നല്ല രീതിയിൽ ചേച്ചീനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവൻ ഓപ്പണായിട്ട് പറയുന്നുണ്ട് അവിടെ. അമ്മായിയമ്മയും കൂടി ജിസ്മോളെ നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു നാത്തൂൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ട സ്ത്രീ, അവരും ഇതിൽ പങ്കുണ്ട്. അവർക്ക് എന്തിന്റെ കേടായിരുന്നിട്ടാണ് ജിസ്മോളെ ഇത്തരം പ്രവൃത്തികൾ ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനത്തേക്ക് ഒരു നാത്തൂനും അമ്മായിയമ്മയ്ക്ക് ഉണ്ടെങ്കിൽ മതി ഒരു കുടുംബം തൊലഞ്ഞു നാറാണത്താവാൻ. പിന്നെ ഈ അമ്മായിയമ്മ തള്ളയെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് സത്യം പറഞ്ഞ ആ പഞ്ചായത്ത് മെമ്പർ പറയുന്നത്. ഇവരൊരു കഴുപ്പണം കെട്ട സ്ത്രീയാണ്. ജിസ്മോളുടെ അടുത്ത് മാത്രമല്ല, ഇവരുടെ മുന്നേയുള്ള സ്വഭാവം ഇതൊക്കെ തന്നെയാണ്. ഇത്തരം വൃത്തികെട്ട ക്യാരക്ടറാണ്. പഠിപ്പിക്കുന്ന കാലഘട്ടത്ത് സ്റ്റുഡൻസിന്റെ അടുത്തും ഇവർ ഇത്രയും മോശമായ രീതിയിൽ തന്നെയാണ് പെരുമാറിയെന്നുള്ള സത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പഞ്ചായത്ത് മെമ്പർ പറയുന്നത് ഒന്ന് കണ്ടുപോകാം. കുടുംബമാണ് ഈ കുടുംബത്തിലെ ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു. അവർ വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ ജിസ്മോളോട്. കാരണം അവരെ കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ്. എല്ലാവരെയും ഇതുപോലെ ഹരാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ്. അവരെ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഞങ്ങളോട് സൂചിപ്പിച്ചു വളരെ ക്രൂരമായൊരു ടീച്ചറായിരുന്നു എന്ന് അവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി അവിടെ ചെന്നപ്പോൾ ഇവള് LLB പാസ്സായതാണ്, ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടി അവിടെ ഇത്രയും കാലം പിടിച്ചു നിന്നത് ഇന്നല്ലെങ്കിൽ നാളെ നന്നാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവൾക്ക് നല്ലൊരു ജീവിതം, കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ മാറ്റം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. ആ കുട്ടികളോടും വിവേചനം കാട്ടിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു വൃത്തികെട്ട അമ്മായിയമ്മ തള്ള അവരെ മാക്സിമം ഉപദ്രവിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതുപോലത്തെ സ്ത്രീകളെടുത്ത് ഏതെങ്കിലും പെൺമക്കൾ പോയി വീണ് കഴിഞ്ഞാൽ അടപടലം തേഞ്ഞൊട്ടി എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പഞ്ചായത്ത് മെമ്പർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഇവരെ പോലത്തെ സ്ത്രീകളെ തുറങ്കിലടക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒരു അമ്മായിയമ്മ തള്ളയാ, പരട്ട സ്ത്രീകൾ ഇതുപോലെ തന്നെയൊക്കെയാണ് ആദ്യം നാട് കടത്തേണ്ടത്. ഇതൊക്കെയാണ് എന്തുകൊണ്ടുള്ളത് തീരേണ്ട സാധനം. ഈ ജിമ്മിയുടെ ഭർത്താവിൻ്റെ സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് അവർ ഭർത്താവിൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത്. അവരിവിടെ വന്ന് നിൽക്കുകയും ആ നിൽക്കുന്ന സമയത്തൊക്കെ ഇവളെ ശാരീരികമായും മാനസികമായും വളരെയേറെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അന്വേഷണത്തിലൂടെ മാത്രമേ, ഒരു പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കാരണം മറ്റ് തെളിവുകളൊന്നും നമുക്ക് ഇതിന് ലഭ്യമായിട്ടില്ല. പക്ഷേ കൃത്യമായൊരു അന്വേഷണം പോലീസ് നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് ശരിയായ ചോദ്യം ചെയ്താൽ ഇത് വെളിവാകും. അതോടൊപ്പം അവിടെ ഒരു വീട്ടുജോലിക്കാരി ഉണ്ടായിരുന്നു. ആ വീട്ടുജോലിക്കാരിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധിക്കും. അപ്പോൾ ആ തെളിവുകളൊക്കെ ശേഖരിക്കപ്പെട്ടാൽ ഈ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. കാരണം ഇത്രയും ക്രൂരമായ വിനോദം നടത്തുന്ന ഈ കുടുംബം വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയോട് പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സത്യം വളരെ വ്യക്തമാണ്. അല്ലാതെ ചുമ്മാ ഒരാള് ഇരുന്നു കൊണ്ട് കയറിപ്പോയിട്ട് സ്വയം ജീവൻ ഒടുക്കത്തില്ലല്ലോ. രണ്ട് മക്കളെയും കൂട്ടിയിട്ട് വെറുതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഞാൻ ചാകാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാവത്തില്ല. അതുകൊണ്ട് തക്കതായ വിഷയങ്ങൾ ആ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. മാനസികമായ അത്രത്തോളം ആ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ തളരണമെങ്കിൽ അവർ അത്രത്തോളം ക്രൂരമായ പീഡനങ്ങളും മാനസിക വിഷമങ്ങളും അവർ അനുഭവിച്ചിട്ടുണ്ട്. അത് വ്യക്തമാണ്. അതുപോലെ അവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാമെങ്കിലും ഒരു തേങ്ങ അറിഞ്ഞുകൂടാത്ത പോലത്തെ സംസാരമാണ് അവർ സംസാരിക്കുന്നത്. ഞാനൊന്നിലുമില്ലേ, ഞാനിനി എന്തെങ്കിലും പറഞ്ഞ് തേഞ്ഞൊട്ടിയാലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരിയ്ക്കുന്നത്. സത്യമായിട്ട് ഒരു കാര്യം പറയാം, എന്തെങ്കിലും അറിയാമെങ്കിൽ ഓപ്പണായിട്ട് പബ്ലിക്കിൽ ആൾക്കാരുടെ അടുത്ത് പറ, അതുപോലെ പോലീസ് സ്റ്റേഷനിൽ പറ, എന്തെങ്കിലും ചെയ്യും. ഈ ജിസ്മോളുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഓരോ നാറികളും അഴിയെണ്ണുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കണം. പ്രത്യേകിച്ച് അവിടെ ജോലി ചെയ്തിരുന്ന വേലക്കാരിക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ട് അത് സമൂഹത്തോട് പറ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാണ്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടെ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ജിസ്മോളുകളും ഒരുപാട് സൈന്യമൊക്കെ ഈ കേരളത്തിൽ ഇനിയും ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലെയുള്ളവർ, നിങ്ങളെപ്പോലെയുള്ളവരുടെ അടുത്തൊക്കെ ഇതൊക്കെ പറയുന്നത്. എൻ്റെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യണം എൻ്റെ പൊന്നു മക്കളെ. ഒരുപാട് സ്ത്രീകൾ സഫർ ചെയ്യുന്നുണ്ട് പല കുടുംബങ്ങളിൽ. ഇവർക്കൊക്കെ നാളെ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഓരോ കേസ് വരുമ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുക.
അത് മാത്രമേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള. അതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്യും. എവിടെന്നായാലും കുത്തിപ്പൊക്കി ജിസ്മോളുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള നാറികളെ വലിച്ചു കീറി സമൂഹത്തിന്റെ മുന്നിൽ ഒട്ടിച്ചിട്ട് തന്നെ ഇനി കീഴടങ്ങാൻ എന്നെ പോലെയുള്ള ആൾക്കാർ നിൽക്കത്തുള്ളൂ എന്നുള്ളൊരു വാക്കും കൂടി തന്നുകൊണ്ട് എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആണ്. ബൈ.